അർജുന അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറിന് അർജുന അവാർഡ് എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. മലയാളികൾക്ക് അഭിമാനമാണ്. ഒപ്പം കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് ദ്രോണാചാര്യ ലഭിച്ചിരിക്കുന്നു. ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി അടക്കം 26 പേർക്കാണ് അർജുന അവാർഡ് ഉള്ളത്. അടുത്ത മാസം 9-ന് അവാർഡുകൾ വിതരണം ചെയ്യും. ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജനും എം ശ്രീശങ്കറിന്റെ വീട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. ആദ്യം നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ, നേരത്തെ തന്നെ പ്രതീക്ഷിച്ചാണ് ഇത് വലിയ സന്തോഷമുള്ള കാര്യം, വലിയ അഭിമാനമുള്ള കാര്യം മലയാളികൾക്ക്. എന്താണ് ശ്രീശങ്കറിന്റെ വീട്ടിലെ നിലവിലെ അവസ്ഥ? നിഖിൽ പ്രമേഷിലേക്ക് എത്താം. എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടമുണ്ടായിരിക്കുന്നു. എം ശ്രീശങ്കറിന്, ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഒപ്പം കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് ദ്രോണാചാര്യ പുരസ്കാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇതിൽ പട്ടികയിൽ ഇടം പിടിച്ചിൽ തന്നെ മുരളി ശ്രീശങ്കർ വലിയ സന്തോഷമുണ്ടെന്ന് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നു. മലയാളികളുടെ അഭിമാന താരം എം ശ്രീശങ്കർ അർജുന അവാർഡ് ജേതാവായിരിക്കുന്നു. ഒപ്പം ദ്രോണാചാര്യ അവാർഡിന് ഇ ഭാസ്കറിനും അർഹനായിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് ശ്രീശങ്കറിന്റെ വീട്ടിൽ തന്നെയുണ്ട്. എന്താണ് കുടുംബാംഗങ്ങളുടെയൊക്കെ സന്തോഷം, അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ അറിയാം. അതിനായി കാത്തിരിക്കുന്നു. ഒപ്പം 26 പേർക്കുള്ള അർജുന അവാർഡാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ഈ മാസം 9-ാം തീയതി അവാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ, ഒടുവിൽ ശ്രീശങ്കറിന്റെ ആ നേട്ടം അത് കേരളത്തിലേക്ക് എത്തുന്നു, അർജുന അവാർഡ് ജേതാവാകുന്നു. ഒപ്പം എന്താണ് വീട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രതികരണം? വലിയ സന്തോഷത്തിലാണ് പ്രജിൻ ഇവരെല്ലാവരും. കാരണം അല്പസമയം മുൻപാണ് ഈ വീട്ടിലേക്ക് ആ സന്തോഷ വാർത്ത എത്തിച്ചേർന്നത്. പാലക്കാട് യാക്കരയിൽ ആ വീട്ടിലേക്ക് ആ സന്തോഷ വാർത്ത എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ടി വിയിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. മുരളേട്ടനുണ്ട്, ബിച്ചേച്ചിയുണ്ട്, പാറുണ്ട്. നമുക്ക് എല്ലാവരോടും ചോദിക്കാം. ആദ്യം ശംഖു വിളിച്ചത് മുരളേട്ടനായിരുന്നു. സത്യത്തിൽ ഞാനാണ് ആദ്യം അറിഞ്ഞത്. അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് അറിഞ്ഞത്. എന്തായാലും വലിയ സന്തോഷം. പിന്നെ വിളിച്ച് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുകയാണ് ചെയ്തത്. വലിയ സന്തോഷമുണ്ട്. നേരത്തെ തന്നെ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അർഹത ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം നല്ല ചാൻസ് ആയിരുന്നു, ഇതിലും നല്ല ചാൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷം. കോമൺവെൽത്ത് സിൽവർ മെഡൽ ഉണ്ട്. അവൻ സ്വന്തമായി തോന്നി എനിക്ക് എലിജിബിൾ അല്ല, ഞാൻ എലിജിബിൾ അല്ല ഈ അവാർഡിന്. അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ആളാണ്. അതുകൊണ്ട് സ്വന്തമായി ഞാൻ എലിജിബിൾ അല്ലാന്ന് തോന്നിയതുകൊണ്ട് അപ്ലൈ ചെയ്തില്ല. ഈ വർഷം ഒരുപാട് ഞങ്ങളുടെ ചീഫ് കോച്ചിനെ കൊണ്ടും വേറെ ഞങ്ങളുടെ ഡെപ്യൂട്ടി ചീഫ് കോച്ച് രാജ്മോഹൻ സാറിനെ കൊണ്ടും രാധാകൃഷ്ണൻ സാറിനെ കൊണ്ടെല്ലാം പ്രസ് ചെയ്യിച്ചു. എല്ലാവരും പ്രസ് ചെയ്തിട്ടാണ് അവൻ അപ്ലൈ ചെയ്യാൻ തന്നെ തയ്യാറായത്. എന്തായാലും ഭാഗ്യം ഈ വർഷം തന്നെ കിട്ടി. ഇപ്പോൾ ഇത്തവണ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗെയിംസ്, അതിൻ്റെ വെയിറ്റേജ് എല്ലാം ഉണ്ടായിരുന്നു. ശംഖുവിൻ്റെ പ്രതീക്ഷ എത്രത്തോളമായിരുന്നു ഇത്തവണത്തെ? അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. അവൻ ഒരുവിധം പ്രതീക്ഷ ഉണ്ടെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ അറിഞ്ഞില്ല അപ്ലൈ ചെയ്തില്ല എന്നുള്ള കാര്യം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് ഈ ഒരു അവാർഡ്. അതുകൊണ്ട് അവാർഡിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഞങ്ങൾ രണ്ടുപേരും അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചു. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം അവൻ്റെ ഒരു കഷ്ടപ്പാടിന് ഒരു അർജുന അവാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കായിക താരത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണല്ലോ അർജുന അവാർഡ് എന്നുള്ളത്. അത് ഞങ്ങൾക്കും ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ സന്തോഷം. 6 മെഡിക്കൽ കോളേജിലെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു? എല്ലാവരോടും പറഞ്ഞു. അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം ആളിവിടെ ഇല്ലാത്തത് ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോൾ നേരത്തെ ഒന്ന് ഡേറ്റ് കിട്ടിയതായിരുന്നു, പോകേണ്ടിരുന്നതാണ്. അത് ഒഴിവാക്കാൻ പറ്റാത്തായിരുന്നു. പക്ഷേ ഈ ആഴ്ച വരുമെന്നേ അറിയുള്ളായിരുന്നു. എന്ന് വരുമെന്ന് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രീശങ്കറിനോട് ചോദിച്ചപ്പോൾ തന്നെ ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒളിമ്പിക്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ഓൾറെഡി ആരംഭിച്ചല്ലോ അല്ലേ? അതെ, മോൻ്റെ ഒരു ലക്ഷ്യം അത് തന്നെയാണ്. കാരണം വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവന് അത് പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ അടുത്ത പിന്നെ ഇനി ഒളിമ്പിക്സിലേക്ക് എന്നുള്ള രീതിയിലാണ്. ഈ അവാർഡും കാര്യങ്ങളെല്ലാം സന്തോഷമുണ്ടെങ്കിലും മറു സൈഡിൽ വീണ്ടും ഹാർഡ് വർക്കിലേക്ക് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് തന്നെ സമയം നീക്കി വയ്ക്കുന്നത്. സന്തോഷമുണ്ട്. അതിനൊപ്പം തന്നെ വിളിച്ചോ ആളിതിന് ശേഷം ബന്ധപ്പെട്ടു? വിളിച്ചു. വലിയ സന്തോഷത്തിലാണ് ആള്. പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശരി, എം ശ്രീശങ്കറിന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നിഖിൽ പ്രമേഷ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചത്. വലിയ സന്തോഷമുണ്ട് എന്നവർ പറയുന്നു. നേരത്തെ ഈ രീതിയിലുള്ള പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് എം ശ്രീശങ്കറിന് അർജുന അവാർഡ്, ഒപ്പം കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് ദ്രോണാചാര്യ. 26 പേർക്ക് ഇത്തവണ അർജുന അവാർഡുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഖേൽരത്ന അവാർഡാണ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രഗീരടിയും പങ്കിട്ടു എന്ന വാർത്ത കൂടി ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.